നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ന്യായവുമില്ലാതെ നാട്ടിലൊരാൾ ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല. അപ്പോൾ കൈവച്ചതൊരു അമേരിക്കക്കാരനാണെങ്കിലോ? ഇവിടെയൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈ ഉയരേണ്ടത്. അത് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരായാലും റഷ്യൻ ഉദ്യോഗസ്ഥരായാലും. കാര്യം ഇതാണ്, US ന്യൂജേഴ്സി ന്യൂവാക്ക് വിമാനത്താവളത്തിൽ നിന്നും ഒരു യുവാവായ ചെറുപ്പക്കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ നാട് കടത്തുന്നതിൻ്റെ രോഷമുളവാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമേ ഉള്ളവന്, അവനുമുണ്ട് മാതാപിതാക്കൾ. ഏതോ നോർത്ത് ഇന്ത്യൻ കുട്ടിയാണ്, ഹരിയാനക്കാരനാകാം. അവൻ സംസാരിക്കുന്നത് ഹരിയാൻവി ഭാഷയിലാണ്. അവൻ സംസാരിക്കുകയല്ലായിരുന്നു, അവൻ കരയുകയായിരുന്നു. അമേരിക്കൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവനെ നിലത്തിട്ട് അമേരിക്കൻ പോലീസിൻ്റെ ശൈലിയിൽ അമർത്തി ശ്വാസം മുട്ടിച്ച് വിലങ്ങണിച്ചു. അവൻ്റെ കൈകൾ ബന്ധിച്ച് ഒരു കുറ്റവാളിയെപ്പോലെ അവനോട് പെരുമാറി. അവൻ ഉറക്കെ എപ്പോഴും കരയുകയായിരുന്നു. അവൻ്റെ ആ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ച ഒരു വ്യക്തി ഇങ്ങനെ എഴുതിയത്: അവൻ ഉറക്കെ കരയുകയായിരുന്നു. അവൻ സ്വപ്നങ്ങളെ പിന്തുടരാമെന്ന്. ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ഒരു NRI എന്ന നിലയിൽ എനിക്ക് നിസ്സഹായത തോന്നി, ഹൃദയം തകരുന്നത് പോലെ തോന്നി. ഇതൊരു മനുഷ്യ ദുരന്തമാണ്. ഇതായിരുന്നു ആ അടിക്കുറിപ്പ്. US വിമാനത്താവളത്തിൽ വെച്ച് ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈകൾ വിലങ്ങിട്ട് നിലത്ത് കെട്ടിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ കുട്ടി ചെയ്തത് രാജ്യദ്രോഹ പ്രവൃത്തിയൊന്നുമല്ല. അവൻ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതുമല്ല. ഏതോ രേഖകളുടെ കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന് താൻ എന്തിനു വന്നു എന്ന് ഒഫീഷ്യലായിട്ട് US എമിഗ്രേഷൻ അധികൃതരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൻ ഏറെ ഫ്ലുവൻസി ഉണ്ടായിരുന്നത് അവൻ്റെ ഹരിയാൻവി ഭാഷയിലായിരുന്നു. തനിക്ക് ഭ്രാന്തില്ലെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ആ ഫെഡറൽ അധികൃതർ അവനെ ഒരു ഭ്രാന്തനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിസ ലഭിക്കുകയും അവർ അമേരിക്കയിലേക്ക് സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാകുന്നത് പോലെ വിമാനം കയറുകയുമാണ്. എന്തോ കാരണത്താൽ ഇമിഗ്രേഷൻ അധികാരികളെ എന്തിനാണ് താൻ US സന്ദർശിക്കുന്നത് ആ കാരണം ബോധിപ്പിക്കാൻ ആ കുട്ടിക്കാവുന്നില്ല. അന്ന് വൈകുന്നേരത്തെ വിമാനത്താവളത്തിൽ അപമാനിതനായി ഒരു കുറ്റവാളിയെപ്പോലെ അവനെ കെട്ടിയിട്ട് തിരിച്ചയക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല US എമിഗ്രേഷൻ അധികൃതരും ഫെഡറൽ ഉദ്യോഗസ്ഥരുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളോട് മാത്രമല്ല, പക്ഷേ ഏറ്റവും പുതിയ സംഭവം ഇതാണ്. എല്ലാ ദിവസവും ഇത്തരത്തിൽ 3-4 കേസുകളെങ്കിലും അമേരിക്കയുടെ പല വിമാനത്താവളങ്ങളിലും സംഭവിക്കുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം കേസുകൾ ഒരല്പം കൂടുതലായി കാണുന്നുണ്ട്. ഇതേപ്പറ്റി അന്വേഷിക്കുന്നതെന്നാണ് ന്യൂജേഴ്സിയിലെ അധികൃതർ പറയുന്നത്. അത് എന്ന് നടന്നതാണ് എന്ന് പരിശോധിക്കണമെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികളോട് തങ്ങൾക്ക് ബഹുമാനമാണുള്ളതെന്നും അധികൃതർ ന്യായീകരിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ലോസ് ആഞ്ചലസിനും അപ്പുറം മറ്റ് US സംസ്ഥാനങ്ങളിലേക്ക് കയറൂരി വിട്ടിരിക്കുകയാണ്. അവർക്ക് സുരക്ഷയൊരുക്കി നാഷണൽ ഗാർഡുമാരും മറീനുകളും. അമേരിക്കൻ ജനതയ്ക്കെതിരെ യുദ്ധവിന്യാസം നടത്തുകയാണോ എന്ന് തോന്നും ഇപ്പോഴത്തെ സംഭവങ്ങൾ കണ്ടാൽ. ഇതിൻ്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇന്ത്യ അടക്കമുള്ള വിദേശ വിദ്യാർത്ഥികളോട് കൊടും ക്രൂരത കാട്ടുന്നത്, ഒരു മനസാക്ഷിയുമില്ലാതെ പെരുമാറുന്നത്. മുൻകൂർ അറിയിപ്പ് കൂടാതെ വിസ റദ്ദാക്കിക്കൊണ്ട് US ഗവൺമെൻറ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് നടത്തുന്ന ആ കാടൻ ക്രൂരതയ്ക്ക് ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഫെഡറൽ ഉദ്യോഗസ്ഥർ ട്രംപിൻ്റെ അതേ മുഷ്ക് വിദ്യാർത്ഥികളോട് കാട്ടുന്നത്. പിന്നെ അവർ തന്നെ അതിന് കാരണങ്ങളും കണ്ടെത്തും. എന്തൊക്കെയാണ്? പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ പറഞ്ഞു, അതുമുതൽ ഗതാഗത നിയമ ലംഘനങ്ങൾ വരെ. പുറത്താക്കാൻ ഒരു കാരണവും US ഉദ്യോഗസ്ഥർക്ക് വേണ്ട. ഈ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥർ പലപ്പോഴും വിദ്യാർത്ഥികളെ നിയമപരമായ കുഴപ്പത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ അവർക്കും ആശയക്കുഴപ്പമാകും, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അങ്ങനെ തിരികെ നാട്ടിലേക്ക് സ്വപ്നങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങേണ്ട ഗതികേടിലാണിപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾ. എംബസികൾക്ക് ട്രംപിൻ്റെ വാറോലെത്തിക്കഴിഞ്ഞു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഒരു വിദേശ രാജ്യത്തെയും വിദ്യാർത്ഥിക്ക് വിസ അപ്പോയിൻമെൻറ്റ് പോലും നൽകരുതെന്ന്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുമതി ട്രംപ് എടുത്തു കളഞ്ഞു. അടുത്ത നീക്കം കൊളംബിയ യൂണിവേഴ്സിറ്റി നേർക്കാണ്. US ഭരണകൂടത്തിന് മതിയായ ഫണ്ട് നൽകുന്നില്ല, ഭരണകൂടത്തെ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നില്ല
എന്നാണ് ട്രംപിൻ്റെ പരാതി. ഈ വിദ്യാർത്ഥികൾ നേരെ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കല്ല, മറിച്ച് അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കാനാണെന്ന് ട്രംപ് ഓർക്കുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അയാൾ ഓർമ്മിപ്പിക്കണം. വിദ്യാർത്ഥികൾ പഠിക്കാനില്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പോലും പൂട്ടേണ്ടി വരുമെന്ന് 80ലേക്ക് അടുക്കുന്ന ട്രംപിൻ്റെ പഴയ അധ്യാപകർ ആരെങ്കിലും ജീവനോടിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം.